ക്രിക് ടോക്സ് മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഡബിൾ ഹെഡറാണ്. രണ്ടാമത്തെ മത്സരം ഇന്ന് വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസുമാണ് പോരാട്ടം. ഇപ്പോൾ ആദ്യത്തെ മത്സരം പുരോഗമിക്കുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസും ഡൽഹിയും. അതിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മുംബൈ 69 റൺസിന് 2 വിക്കറ്റ് നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഏതായാലും ഈ വീഡിയോയിൽ രാജസ്ഥാനും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിന്റെ മാച്ച് പ്രിവ്യൂ നമുക്ക് നോക്കാം. ഗുജറാത്ത് കഴിഞ്ഞ കളി പഞ്ചാബ് കിങ്സിനോട് പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ടച്ച് തരിപ്പണമാക്കിയിട്ടാണ് വരുന്നത്. അപ്പോ ഗുജറാത്തിന്റെ കാര്യത്തിലൊക്കെ അവരുടെ ബാറ്റിംഗിൽ ഒരു പ്രശ്നങ്ങളുണ്ട്. ബാറ്റിംഗിലെ പ്രശ്നങ്ങൾ എന്ന് പറയാൻ കാരണം ഇപ്പൊ ടോപ്പ് ഓർഡർ സായ് സുദർശനും നമ്മുടെ ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും കഴിഞ്ഞാൽ പിന്നെ ആരും അത്ര മികച്ച പ്ലേയേഴ്സ് അല്ല. ഇപ്പൊ ബട്ട്ലറൊന്നും ഫോമിലുമല്ല, അതൊന്നും അവർക്ക് തിരിച്ചടിയാണ്. പിന്നെ ഗ്ലെൻ ഫിലിപ്സ്, ഷാറൂഖ് ഖാൻ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ആണുള്ളത്. ഗ്ലെൻ ഫിലിപ്സിനെ മോശമാക്കി കാണുന്നതല്ല, അദ്ദേഹം ഒന്നും T20 ക്രിക്കറ്റിൽ ഇപ്പൊ അടുത്ത കാലത്ത് മാത്രം മികച്ച ഫോമിലേക്ക് കളിച്ചിട്ടുമില്ല. പിന്നെ രാജസ്ഥാന്റെ കാര്യത്തിലേക്കാണ് അവരുടെ വൈഭവ് സൂര്യവംശിയിൽ തന്നെയാണ് അവരുടെ ഏക പ്രതീക്ഷ. അദ്ദേഹം സ്റ്റാർ ആണ്. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർ ആണെന്ന് പറയാൻ കാരണം കഴിഞ്ഞ സീസണിൽ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും കളിച്ച് കളി എന്താണ് സംഭവിച്ചത്? അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ഗുജറാത്തിനെ കണ്ടാൽ ഭ്രാന്തളകുന്ന വൈഭവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ രണ്ട് ടീമിലും ഒരേപോലെ പ്രശ്നങ്ങളും ഡെത്തും ഒക്കെയുള്ള സ്കോഡാണ്. പിന്നെ അഹമ്മദാബാദിലെ കളിയിൽ നമുക്കറിയാലോ, ഒരു വലിയ സ്കോറൊന്നും പ്രതീക്ഷിക്കാണ്ട് ഒരു 180, 190 ഒക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന സ്കോർ. പിന്നെ പിച്ച് റിപ്പോർട്ടിലും കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബൗളേഴ്സിനും ബാറ്റേഴ്സിനും അനുകൂലമാവുന്ന പിച്ചാണ്. പക്ഷെ ഫസ്റ്റ് ബാറ്റ് കിട്ടുന്നതാണെങ്കിൽ ഹൈ സ്കോർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ബാറ്റ് എടുക്കുന്ന ടീമിന് അല്പം കൂടിയും നല്ലതായിട്ട് കളിക്കാൻ പറ്റും. സെക്കൻഡ് ചേസ് ചെയ്യുമ്പോൾ ബൗളേഴ്സിന് അത് കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു പിച്ച് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇപ്പോ അഹമ്മദാബാദിലെ ഹയസ്റ്റ് സ്കോറിംഗ് പറഞ്ഞാൽ 11 തവണയാണ് 200 മുകളിൽ വരെ IPL സ്കോർ ചെയ്തിട്ടുള്ളത് അഹമ്മദാബാദിൽ പിച്ചില്. ജോഫ്രെ ആർച്ചറും ശുഭ്മൻ ഗില്ലും തമ്മിൽ ഭയങ്കര റെക്കോർഡുണ്ട്. അതായത് ആർച്ചർ ഗില്ലിനെ 3 തവണ ഔട്ടാക്കിയിട്ടുണ്ട്. 19 ബോളിൽ നിന്ന് വെറും 16 റൺസ് മാത്രമേ ഗില്ലിന് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും കൂടിയാണ് ഇന്ത്യൻ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു റീച്ച് 500 റൺസ് പാർട്ട്ണർഷിപ്പ് ബൈ ബോൾസ്. ഈ രണ്ട് യങ് പ്ലെയേഴ്സും മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളി സൂര്യവംശി 15 ബോളിൽ 50 റൺസ്, ജയ്സ്വാൾ ആവട്ടെ 33 ബോളിൽ 38. അവരിപ്പോ 497 റൺസാണ് എടുത്തിട്ടുള്ളത് 246 ബോളിൽ നിന്ന്. വീരേന്ദ്ര സെവാഗിനും ഗൗതം ഗംഭീറിനും ശേഷമുള്ള മികച്ച ഓപ്പണേഴ്സ് ആയിട്ട് ഇവർ രണ്ടാളെയും കണക്കാക്കപ്പെടുത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നാൻഡ്രെ ബർഗറിന്റെ കാര്യം. നാൻഡ്രെ ബർഗർ രാജസ്ഥാന് വേണ്ടിയിട്ട് ഇപ്പൊ മിന്നുന്ന പ്രകടനമാണ് കഴിഞ്ഞ കളി കഴിച്ചിട്ട്. അവര് ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നത് കണ്ടു. ആയുഷ് മാത്രയെയും സഞ്ജു സാംസണെയും അദ്ദേഹം പറഞ്ഞു വിട്ടു. പിന്നെ അദ്ദേഹത്തിന് നല്ല പേസ് ആൻഡ് ബൗൺസ് ഉണ്ട്. 140 കിലോമീറ്റർ വേഗത്തിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇവിടെയും 2 റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഗില്ലും ജോസ് ബട്ട്ലറും. ബട്ട്ലറും അത്ര മികച്ച ഫോമിലില്ലാത്തതുകൊണ്ട് ബട്ട്ലറിന്റെ വിക്കറ്റ് ആദ്യമേ എടുക്കാൻ സാധിച്ചാൽ പിന്നെ ഗുജറാത്തിന് കുറച്ച് പ്രശ്നമാവും അവരുടെ ബാറ്റിങ്ങിലൊക്കെ. ഗുജറാത്തിന്റെ ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ റൺ റേറ്റ് എന്ന് പറഞ്ഞാല് പവർ പ്ലേയിൽ 8.54, മിഡിൽ ഓവറിൽ 9.8, ഡെത്ത് ഓവറിൽ 10 റൺസുമാണ് പെർ ഓവറിൽ വരുന്നത്. ഇവരുടെ നമ്മുടെ നെറ്റ് റൺ റേറ്റ്. ജോസ് ബട്ട്ലർ ആവട്ടെ, ജോസ് ബട്ട്ലറുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോ അത്ര മികച്ച ഫോമിലല്ല. കാരണം T20 വേൾഡ് കപ്പിലും അദ്ദേഹം നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കളിയിലും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. 33 ബോൾ 38 റൺസുമാണ് അദ്ദേഹം പഞ്ചാബിനെതിരെ എടുത്തത്. ആ കളിയിൽ 14 ഡോട്ട് ബോളുകളും ഫേസ് ചെയ്തു. അപ്പോൾ അതൊരു ഹെവി ബാറ്റിംഗ് ആണ്. കാരണം ബട്ട്ലറിനെ അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സിനും എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. കാരണം ഫിലിപ്സ് ഒക്കെ ഫോമായാലും മാത്രമേ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവൂ. രണ്ട് ടീമിനെയും ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ പ്രസിദ്ധ് കൃഷ്ണ, നമ്മുടെ മുഹമ്മദ് സിറാജ്, അശോക് ശർമ്മ, റാഷിദ് ഖാൻ, റബാഡ ഇവരൊക്കെ മികച്ച ബൗളേഴ്സ് ആണ്. രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരിപ്പോ ചെന്നൈക്കെതിരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കളി എന്താണ് സംഭവിച്ചത്? ചെന്നൈയുടെ ഇപ്പൊ സ്കോഡ് അത്ര വലിയ സ്കോഡൊന്നുമല്ല. ചെന്നൈയുടെ ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ ഒരേപോലെ തന്നെ. ഇന്നലെ ഇപ്പൊ സഞ്ജു സാംസൺ ഒക്കെ ഫോം ഔട്ടായി. പക്ഷെ എന്നാലും അവര് ചെന്നൈക്കെതിരെ നാൻഡ്രെ ബർഗർ, ജോഫ്രെ ആർച്ചർ പിച്ച് കണ്ടീഷൻ ഉപയോഗിച്ച് അവർ ബോൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. പിന്നെ ഇപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല് GTക്ക് അവരുടെ പഞ്ചാബിനെതിരെയുള്ള കളിയിൽ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് അത്രയും മികച്ച ടോട്ടൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ബോളിങ്ങിൽ നമുക്ക് നോക്കണം. അവരുടെ ബോളിങ്ങിൽ ഇപ്പോ
മികച്ച രീതിയിൽ ബോൾ ചെയ്തു. കൂപ്പർ കണ്ണോയുടെ സൂപ്പർ പ്രകടനത്തിലൊടുവിലാണ് അതുവരെ യഥാർത്ഥത്തിൽ പഞ്ചാബ് എതിരെ വീണു പോകുന്നത്. ആ കളിയിൽ കാഗീശ്വർ അബാഡിയും നമ്മുടെ മുഹമ്മദ് സിറാജൊക്കെ നല്ല രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്കിപ്പോ റബാഡയെ മാറ്റിയിട്ട് ഹോൾഡർ ഇറക്കിയാൽ അവർക്ക് ഒന്നുകൂടി ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാം. പക്ഷെ ബൗളിങ്ങിൽ അത് കുറച്ച് പ്രശ്നമാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പൊ ശുഭ്മൻ ഗില്ലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഇപ്പോ IPL കുറെ സീസണിലായിട്ട് നല്ല ഫോമിൽ കളിക്കുന്ന പ്ലെയർ ആണ്. അപ്പൊ കഴിഞ്ഞൊരു കളി അദ്ദേഹം ഫോം ഔട്ട് ആയി വിചാരിച്ചിട്ട് ആരും അദ്ദേഹത്തിന് എഴുതി തള്ളേണ്ട. അദ്ദേഹം മികച്ച ടാലന്റ് ഉള്ള പ്ലെയർ തന്നെയാണ്. ഇന്നും ഒരു മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ രണ്ട് ടീമിന്റെയും ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിന് വേണ്ടിയിട്ട് ഗില്ലും സായി സുദർശൻ കൂടി ഓപ്പൺ ചെയ്യും. ജോസ് ബട്ട്ലർ നമ്പർ 3 കളിക്കും. വാഷിംഗ്ടൺ സുന്ദർ നമ്പർ 4, ഗ്ലെൻ ഫിലിപ്സ് നമ്പർ 5, ഷാറൂഖ് ഖാൻ നമ്പർ 6, രാഹുൽ തെവാട്ടെ നമ്പർ 7, കാഗിസോ റബാഡ നമ്പർ 8, റാഷിദ് ഖാൻ നമ്പർ 9, പ്രസിദ് കൃഷ്ണ നമ്പർ 10, മുഹമ്മദ് സിറാജ് നമ്പർ 11, അശോക് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുണ്ടാവും. മറുഭാഗത്ത് രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ വൈഭവ് സൂര്യവംശി ജയ്സ്വാളും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. ധ്രുവ് ജോറൽ നമ്പർ 3 കളിക്കും. റയാൻ പരാഗ് നമ്പർ 4 കളിക്കും. ഷിമ്രോൺ හෙറ്റ്മർ നമ്പർ 5, നമ്പർ 6 ഡൊണോവൻ ഫെറേറ വരും. നമ്പർ 7 രവീന്ദ്ര ജഡേജ, നമ്പർ 8 ജോഫ്രെ ആർച്ചർ, നമ്പർ 9 ലാൻഡ്രെ ബർജർ, നമ്പർ 10 സന്ദീപ് ശർമ്മ, നമ്പർ 11 രവി ബിഷ്ണോയ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബ്രിജേഷ് ശർമ്മയും ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.